എനിക്ക് ഈ പുള്ളി ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട്. ജന്ന ജസ്മിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗർക്ക് ജോർദാനിലെ പെട്രോൾ വെച്ചുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പെട്രോൾ വെച്ച് ജന്നയ്ക്ക് ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗൈഡ് തന്നെയായിരുന്നു ആ കഴുതയെ നിയന്ത്രിച്ചിരുന്നത്. അങ്ങനെ ജന്ന ഈ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ചെങ്ങായി എന്താക്കി, കഴുതപ്പുറത്തേക്ക് ചാടിക്കയറി. അല്ലെങ്കിലേ ചെറിയൊരു ജീവിയാണ്, അതിന്റെ പുറത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇയാൾ ഈ പ്രദേശത്തുള്ള ആളായതുകൊണ്ട് തന്നെ ജനക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇയാൾ കഴുതപ്പുറത്ത് കയറിയിട്ടും ജനക്ക് മറുത്തൊന്നും ഇയാളോട് പറയാൻ കഴിഞ്ഞില്ല. അയാൾ എന്തെങ്കിലും ചെയ്തവരെന്നായിരുന്നു ജന്നയുടെ പേടി. അങ്ങനെ കഴുതപ്പുറത്ത് ജന്നയുടെ പിറകിൽ ഇരിപ്പുറച്ച് ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോ ജന്നയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. എന്താണ് ഇയാൾ ചെയ്തതെന്ന് ജന്ന എവിടെയും പറയുന്നില്ല, വീഡിയോയിലും അത് കാണിക്കുന്നില്ല. പക്ഷെ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ പിറകിലായി തൊട്ടുരുമി ഇരിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? എന്ത് കാരണം കൊണ്ടായിരിക്കും സ്ത്രീക്ക് അസ്വസ്ഥത ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ. എന്തായാലും ജന്നക്ക് നല്ലോണം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു. പക്ഷെ അവളൊന്നും പ്രതികരിച്ചില്ല. അയാളോട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പോലും ജന്ന പറഞ്ഞില്ല. പേടി ആയതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് അതിന്റെ വിശദീകരണമായി ജന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ ഉപദ്രവിച്ചാൽ എന്നായിരുന്നു ജന്നയുടെ പേടി. ഒന്നാമത് അബ്ദുള്ളയുടെ നാടാണ്, പിന്നെ വിജനമായ മരുഭൂമി പ്രദേശത്തു കൂടിയാണ് അവർ സഞ്ചരിച്ചിരുന്നത്. അയാൾ എന്തെങ്കിലും ചെയ്താൽ പോലും ആരും അറിയില്ല. അതുകൊണ്ട് തന്നെ താൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയായിരുന്നു എന്നാണ് ജന്ന പറഞ്ഞത്. അങ്ങനെ തന്റെ അനുഭവവും അതിന്റെ വീഡിയോ ക്ലിപ്പും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജന്ന ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ അത്യാവശ്യം വൈറലായി മാറുകയും ചെയ്തു. പക്ഷെ വീഡിയോ കണ്ട പലരും ജന്നയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ജന്നയ്ക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്തത്. അറിയാലോ, റീസെന്റ് നടന്ന ദീപക് സിംജിത ഇഷ്യൂ അടക്കമുള്ള പല സംഭവങ്ങളും കാരണം പഴയ പോലെ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ജനുവിനായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ആളുകൾ സംശയത്തോടെ നോക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജന്ന ഇത് വെറും റീച്ചിന് വേണ്ടി ചെയ്ത നാടകം മാത്രമാണെന്ന് പലരും പറയാൻ തുടങ്ങി. ബാക്ക് പാക്കർ അരുണിമയുമായി പലരും ജന്നയെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ബാക്ക് പാക്കർ അരുണിമ ഇതുപോലെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളാണല്ലോ. തനിക്ക് യാത്രയ്ക്കിടെ അബ്യൂസുകൾ നേരിടേണ്ടി വന്നു എന്നും പറഞ്ഞ് ഇടയ്ക്കിടെ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ് അരുണിമ. ആദ്യമൊക്കെ ആളുകൾ അരുണിമയെ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടെ ഇതുപോലുള്ള വീഡിയോകൾ മാത്രം ചെയ്യാൻ തുടങ്ങിയതോടെ ആളുകൾ അരുണിമയെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. കാരണം ഇവളുടെ മറ്റു ട്രാവൽ വീഡിയോകൾക്ക് കിട്ടുന്നതിനേക്കാൾ 4 ഇരട്ടി റീച്ചാണ് ഇതുപോലെ സെക്ച്വൽ അബ്യൂസ് നേരിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് കിട്ടിയിരുന്നത്. സോ അതിങ്ങനെ ഇടയ്ക്കിടെ റിപ്പീറ്റ് ആയതോടെ അരുണിമ വെറും റീച്ചിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അതേ അവസ്ഥ തന്നെയാണ് ജന്നയ്ക്കും ഇവിടെ ഉണ്ടായത്. എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിച്ചില്ല? അയാളോട് കഴുതപ്പുറത്ത് ഇറങ്ങാൻ പറയാഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ജന്നയെ സംശയത്തോട് നോക്കുന്നവർ ചോദിച്ചിരുന്നത്. എന്നിരുന്നാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായാണ് ജന്ന ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ജന്നയ്ക്ക് പറയാൻ എന്താണെന്നുള്ളത് കേട്ടോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആൾക്കാർ പറഞ്ഞു നീ 5 ദിനാർ ലാഭിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ മ്യൂളിൽ പോയിട്ട് അവസാനം ഒപ്പിച്ചു വെച്ചു, നിനക്ക് ആ ഇലക്ട്രിക് കാറിൽ പോയിക്കൂടായിരുന്നു. ഈ പറഞ്ഞ പെട്രയെന്നാണ് ഈ ഇലക്ട്രിക് കാർ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉള്ളത്. ഈ പെട്രയെന്ന് കുറെ അധികം ദൂരം കടന്നു പോയിട്ടാണ് ഞാൻ ഈ ആംഫി തിയേറ്ററിൽ എത്തുന്നത്. ആ ആംഫി തിയേറ്ററിൽ ഞാൻ പോകുന്ന സമയത്തും ഞാൻ തിരിച്ചു നടക്കാൻ റെഡി ആയിരുന്നു. അപ്പോഴും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, സമയപരിധിയും എനിക്ക് കുറവായിരുന്നു. അതേപോലെ പറഞ്ഞ ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ ആ ഒരു ഡ്രൈവർ പറഞ്ഞിട്ട് അന്നേരമാണ് എന്റെ അടുത്ത് പറയുന്നത് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാണുന്ന ഒരു മലയില്ല, അതിന്റെ അപ്പുറത്താണ് ഇതിന്റെ എൻട്രൻസ് ഉള്ളതെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ പോകുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ മ്യൂളിൽ പോകുന്നുണ്ട്. ഇവൻ ആദ്യം മ്യൂളിൽ പോകുന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകാം, ഇല്ല ഞാൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് പോകുന്ന പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ്, ഇവൻ നല്ല അടിപൊളി ഗൈഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ പറഞ്ഞില്ല. അപ്പൊ ചെറുക്കൻ നല്ല ചെറുക്കനാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ശരി, ഈ ഒരുപാട് ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അബ്ദുള്ള എന്ന് പറയുന്ന ഈ ടൂർ ഗൈഡ് അടിപൊളിയാണ്, അവനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ ജന്നയോട് പറഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്നാണ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാമതായി പെട്ര എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ വരുന്നത് യാത്രക്കാരാണ്, അവർ വരും പോകും. സോ അവർക്ക് എന്തായാലും ഈ അബ്ദുള്ള നല്ല മനുഷ്യനാണോ അല്ലേ എന്ന് അറിയാൻ യാതൊരു വഴിയുമില്ല. പിന്നെ അവിടെ സ്ഥിരമായി ഉണ്ടാകുന്ന ആളുകൾ എന്ന് പറയുന്നത് അബ്ദുള്ളയെ പോലുള്ള മറ്റുള്ള ടൂർ ഗൈഡുകളാണ്. ഇവരാണ് ഇനി ജന്നയോട് അബ്ദുള്ള അടിപൊളിയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരതാക്കി പറഞ്ഞത് അവരാണ് സാധ്യത. ഇവന്റെ സ്വഭാവം അറിയാവുന്ന ആളുകളായിരിക്കുമല്ലോ അവര്. ജന്നയുടെ കൂടെ ഇവനെ കണ്ടപ്പോ നല്ല അടിപൊളി ആളെ തന്നെ നിനക്ക് കിട്ടി, നീ നല്ല ഭാഗ്യവതിയാണ് മോളെ എന്ന് ഡബിൾ മീനിങ്ങിലായിരിക്കണം അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളും ഇതുപോലെ ചിലരെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാറില്ലേ, നല്ല ആളാണ് നിനക്ക് കിട്ടിയത്, ഗോൾ അടിച്ചല്ലോ, നടക്കട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. ആ ഒരു വൈബിലായിരിക്കും അവിടെയുള്ളവരും പറഞ്ഞിട്ടുണ്ടാവും. ഭാഷ ശരിക്കും അറിയാത്തത് കൊണ്ട് ജനക്കത് മനസ്സിലാവാത്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കി കണ്ടോക്കാം.
പിന്നെ ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഫോൺ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ DJ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓണാൻ വേണ്ടിയിട്ടും ഓഫ് താനും ഓഫായി പോകും, സ്ക്രീനും ഓഫ് ഇടയ്ക്ക് പോകണം. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാനത് കയറുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു അതെ. നിങ്ങൾ എങ്ങനെ നടന്നാണോ വരുന്നതെന്ന് വെച്ചു. അത് എന്തുകൊണ്ടാ ചോദിക്കുന്നത് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറെ 2 ആൾക്കാർ മ്യൂളിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കയറുന്നില്ല, ചിലപ്പോൾ ഇവനൊരു മ്യൂളിൽ വരുന്നതായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, നീ നടന്നാണോ വരുന്നത്, അല്ലാതെ എന്റെ കൂടെ കയറി ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ വെയിറ്റേക്ക് അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമൽ ആണ്. ആ ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനിൽ നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനെ അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേഖലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന്റെ മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മേഖലയിൽ കയറിയത്, ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെയും എന്നെയും പോലെ ഇന്നും 2 ആൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ തന്റെ കഴിഞ്ഞ വീഡിയോക്ക് നേരിട്ട് ഒരു പ്രധാന ആരോപണത്തിലുള്ള മറുപടിയാണ് ജനപ്പ് പറഞ്ഞു വെച്ചത്. അതായത് നീ തന്നെയല്ല അയാളോട് കഴുതപ്പുറത്തേക്ക് കയറാൻ പറഞ്ഞത്, എന്നിട്ട് അയാളോട് കഴുതപ്പുറത്തേക്ക് കയറാൻ പാകുന്ന ഭാഗം നിനക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നീ കരുതിക്കൂട്ടി ഡിലീറ്റ് ചെയ്തതല്ലേ എന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളൊന്നും. അയാൾ തന്നോട് സമ്മതം പോലും ചോദിക്കാതെയാണ് കഴുതപ്പുറത്ത് ചാടി കയറിയത് എന്നുമൊക്കെയാണ് ജന പറയുന്നത്. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ചാർജ് കുറവായതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടെ ഓഫാക്കി വെക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കഴുതപ്പുറത്ത് കയറുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയില്ല എന്നും ജന പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ജനം നേരിട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കഴുതപ്പുറത്ത് സഞ്ചരിക്കാൻ തയ്യാറായി എന്നതിനെ സംബന്ധിച്ചാണ്. ഇലക്ട്രിക് കാറിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 15 ദിർഹമാണ്, കഴുതക്ക് വരുന്നത് 10 ദിർഹം. വെറും 5 ദിർഹം ലാഭിക്കാൻ വേണ്ടിയായിരുന്നു നീ സേഫായി ഇലക്ട്രിക് കാർ ഒഴിവാക്കി കഴുതപ്പുറം തിരഞ്ഞെടുത്തത് എന്ന് പലരും കമന്റിലൂടെ ജന്നയോട് ചോദിച്ചിരുന്നു. അവരോടുള്ള മറുപടി എന്ന നിലയ്ക്ക് ജന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് കാർ ലാഭിക്കാൻ വീണ്ടും ഒരുപാട് ദൂരം നടക്കണമായിരുന്നു, എന്നാൽ അതിനുള്ള ആരോഗ്യം തനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സമയപരിമിതിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും യാത്ര ചെയ്യാൻ കഴുതപ്പുറം തിരഞ്ഞെടുത്തത് എന്നാണ് ജന്ന പറയുന്നത്. എന്തായാലും ജന്നക്ക് പറയാനുള്ള ബാക്കി കേട്ടോക്കാം പറഞ്ഞു. അപ്പൊ ആ സമയം മുതലേ എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ ഒരു കുറച്ചുകൂടെ ദൂരം മുകളിലോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പ് എന്തോ ഒടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട്. അതിൽ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോയിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യന് കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആവുന്ന സോൺ ഏതാണെന്നുള്ളതും. പിന്നെ ഒരു ആണ് പുറകിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു, അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ. എനിക്ക് എന്താ സംഭവിച്ചത് ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വാഗോണ്ട് പറഞ്ഞൊരു മടി കൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. പിന്നെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭം വരാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ അടിയും പിടിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ആരോഗ്യം കൂടെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും അത് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ അവിടെ താമസിക്കണം എന്നുള്ളത്, ആ പരിസരത്ത് താമസിക്കുന്നത്. അപ്പം ഈ ആളുകൾ പറയുന്ന കണക്കിന് എനിക്ക് എന്തോ സംഭവിക്കാമായിരുന്നു, ഒരു ഗ്യാങ് റേപ്പോ അല്ലെങ്കിൽ എന്നെ കൊല്ലുകയോ എന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ടാണ് ഞാൻ അന്നേരം കുറച്ച് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ജന്നപ്പം നൽകിയത്. കഴിഞ്ഞ വീഡിയോയിലും ഇതേ കാര്യം തന്നെ ജന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു, പിന്നെ അയാളുടെ നാടായിരുന്നു അത്. തനിക്ക് അവിടുത്തെ ഭാഷകളോ വഴികളോ ഒന്നും അറിയില്ല. സോ ഒന്നും വേണ്ടാതെ സഹിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തനിക്ക് തോന്നിയെന്നാണ് ജന്ന പറയുന്നത്. പ്രതികരിച്ചാൽ ഉപദ്രവിക്കപ്പെട്ടാലോ എന്നൊരു ഭയം ജന്നക്കുണ്ടായിരുന്നു. 40,000 രൂപ വിലയുള്ള തന്റെ സൺഗ്ലാസ് പോലും ഈ അബ്ദുള്ള എന്ന് പറയുന്നവൻ ഊരി വാങ്ങി. എന്നിട്ട് പോലും താനൊരു അക്ഷരം മിണ്ടിയില്ല എന്ന് ജന്ന പിന്നീട് പറയുന്നുണ്ട്. എന്നാലും ജന്നക്ക് അയാളോടൊന്ന് നീങ്ങിയിരിക്കാൻ പറയാമായിരുന്നു എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി അയാൾ കാര്യം ഉപദ്രവിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ജന്ന നേരിട്ട മറ്റൊരു സുപ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല എന്നായിരുന്നു. അതിനുള്ള മറുപടി ജന്ന തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൂടുതൽ അവന്റെ അടുത്ത് അവൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനെ തിരിച്ചു ഉപദ്രവിക്കാത്തത് പറയാത്തതൊക്കെയും എത്തിപ്പെടുമ്പോഴത്തേക്കും എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം അവന്റെ റോഡിലാണ് കൊണ്ടിറക്കിയത്. റോഡിൽ കൊണ്ടിറക്കിയിട്ട് അവനോട് പറയുവാണ് ഇവിടുന്ന് ടാക്സി പിടിച്ച് പോകുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അവന്റെ അടുത്ത് കരഞ്ഞിട്ട്, നീ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ എൻട്രൻസ് ആണ് എന്നുള്ളത്, എന്നെ നീ അവിടെ വിടാന്നല്ലേ പറഞ്ഞത്, ഇതെന്താ ഇത് ഇവിടെ എനിക്ക് സ്ഥലം അറിയത്തില്ല, എന്റെ പൈസ. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ ഇല്ലെന്നാ. അപ്പൊ എന്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട് നിന്റെ കാർഡ് എവിടെ, നിന്റെ പൈസ ഇല്ലേ, നീ കള്ളം പറയാം. അപ്പൊ ഞാൻ എന്റെ പൈസ ഇല്ല, എന്റെ പൈസ ഇല്ലെന്ന് അപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും പേഴ്സും അതുപോലെ എന്റെ കയ്യിരിക്കുന്ന ഫോൺ നഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അവിടെ എത്തിപ്പെട്ടു, 4 ആൾക്കാർ കാണുന്ന ഒരു സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ടു. അതിൽ ഇനി ഇത് നഷ്ടപ്പെടുത്തേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അവിടെയും ആ ഒരു സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു പാർക്കിംഗിൽ നിന്നിട്ട് എടുക്കുന്നതാണ്. അവിടെ എത്തിയതിനു ശേഷം എന്റെ ജീവൻ വന്നത് വേറൊരാള് ഒരു കാറിൽ ഇവൻ ഒരു ഫാമിലി, അതായത് ഒരു പയ്യൻ, ഒരു കുഞ്ഞും ചെറുക്കനുള്ള ഒരു വയസ്സായ ഒരാളുടെ കാറിലാണ് എന്നെ കയറ്റി വിട്ടത് എൻട്രൻസിൽ ഇറക്കാൻ. ആ സമയത്ത് ഞാൻ എന്റെ ഡ്രൈവറിന് അയക്കുന്ന മെസ്സേജ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ എന്തായാലും വായിച്ചോ. അവിടെ എന്റെ ഡ്രൈവറിന്റെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിന്റെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്, ഞാൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം, നീ ഈ ലൊക്കേഷനിൽ നിന്റെ അടുത്തോട്ട് എത്താൻ എത്ര സമയം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് ഞാനിത് അയച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് ഞാൻ നേരെ എന്റെ ഡ്രൈവറിന്റെ അടുത്ത്
എത്തിയ സമയത്ത് പുള്ളിക്കാരൻ ചോദിക്കുവാണ് അവിടെ വെച്ചിട്ട് എന്റെ വീഡിയോ കട്ടാക്കിയിട്ട് പിന്നെ ഞാൻ റൂമിലെത്തിയ ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ അതിൽ കാണുന്നത്. അപ്പൊ അതിൽ എന്റെ ഡ്രൈവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നിനക്ക് പറ്റിയത് നമുക്ക് കേസ് ഫയൽ ചെയ്യാം, പോലീസിനെ നമുക്ക് കോൺടാക്ട് ചെയ്തതിന്റെ പേർക്ക് കേസ് ഫയൽ ചെയ്യാം, അത് നിന്റെ അടുത്ത് നടന്നതിന്റെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളെ കൺട്രി വന്നിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ, അപ്പം അതിന് ഞാൻ ഉത്തരവാദിയാണ്, അതുകൊണ്ട് എന്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഞാനാണ് പറഞ്ഞത് എനിക്ക് കംപ്ലൈന്റ് കാര്യമൊന്നും ചെയ്യാൻ എനിക്ക് എത്രയും പെട്ടെന്നുണ്ട്. കാരണം എന്റെ അന്നേരത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇതൊന്നും പറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എനിക്ക് ഇതിനൊരു നീതി കിട്ടാനൊന്നല്ല എന്റെ ഉദ്ദേശം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് എത്തണം. അങ്ങനെ ഈ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെ പോകണ്ട, എന്നെ പെട്ടെന്ന് റൂമിലാക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 1 hour ട്രാവൽ ചെയ്തിട്ട് രാത്രി വാതിരമുള്ള സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് ഞാൻ ഈ ബാക്കി ഒരു കരഞ്ഞുള്ള ഒരു സംഭവം ചെയ്യുന്നത്. കാരണം അവിടെ എത്തിയതിനു ശേഷം ഞാനൊന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ അത് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ആക്കിയിട്ടുള്ളത്. ഇതും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട 2 സുഹൃത്തുക്കളെ വിളിച്ച് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും പറഞ്ഞത് കേസ് ഫയൽ ചെയ്യാണ്ട് ജോർദാൻ എന്ന് വരണ്ട, ഇനി എന്തൊക്കെ ചെലവായാലും ഇനി എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ സമ്മതിച്ചു. അതിലൊരാള് ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത് കോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾ ചെയ്തതിനു ശേഷം അവർ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. പിന്നെ അവരുടെ കയ്യിൽ എനിക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യമില്ല, മെസ്സേജ് അയക്കാനേ പറ്റുന്നുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ എംബസിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഈ വിഷയങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള എന്റെ ഫുൾ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കാം. അതിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഉദ്ദേശിച്ച ഒരു സെക്യൂരിറ്റിയും എനിക്ക് അവരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ എന്റെ അടുത്ത് അന്നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമ്മനിലെത്തിയിട്ട്, അതായത് ജോർദാന്റെ തലസ്ഥാനമായിട്ടുള്ള അമ്മനിലെത്തിയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്നേരം ഫെബ്രുവരി 1 തീയതി ഇൻസിഡന്റ് നടക്കുന്നത്. ഈ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് 2 മെസ്സേജിന് അപ്പുറം പിന്നെ മെസ്സേജ് അയക്കുന്നത് പിറ്റേ ദിവസമാണ്. നെക്സ്റ്റ് ഡേ, അതായത് 3 തീയതി ഫെബ്രുവരി രാവിലെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അഹമ്മദിന്റെ കൂടെ അമ്മനിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ അവർ കേസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതായത് അതിന്റെ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ വളരെ പരിശമായിട്ടാണ് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള ദൈവദാക്ഷിണ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു കൺട്രിയിൽ നിന്നൊരു ടൂറിസ്റ്റിന് അവർ നമ്മളെ നാട്ടിൽ ചെല്ലുന്ന ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ആട്ടുപൊട്ടിക്കുന്ന ആൾക്കാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറബ് കൺട്രി അല്ലേ, അല്ലെങ്കിൽ ജോർദാൻ ഭയങ്കര സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കേസ് ഇങ്ങനെ പോയി പറയുന്നതിന് മുമ്പ് എടുക്കുമെന്നുള്ള രീതിക്ക് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് കരഞ്ഞൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലും അവരുടെ മുഖത്തൊന്നും നോക്കാണ്ട് ഈ സംസാരിച്ച അഹമ്മദ് അറബിലാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ അവർ അവന്റെ അടുത്ത് തിരിച്ചു മറുപടി 2 വാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പോവാം, ഇവിടെ കേസ് എടുക്കത്തില്ല, പെട്രോൾ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഇന്നും ഈ പറഞ്ഞ അമ്മയിൽ നിന്ന് പെട്രോളായിട്ട് പോകാൻ ഏകദേശം 290 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് എങ്ങനെയാണ് വന്ന് ഇവിടെ എത്തിയെന്നുള്ള കഥ ഞാൻ പറഞ്ഞു ഓൾറെഡി. വീണ്ടും പെട്രോളായിട്ട് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നും അവിടെ ആ ഒരു ദിവസം ഒരു മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജോർദാനിലെ തലസ്ഥാനമായ അമ്മനിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഈ പറയുന്ന ജന്ന പരാതി കൊടുക്കാൻ പോയത്. പക്ഷെ അങ്ങനെ പരാതി കൊടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ പോലീസുകാർ പറഞ്ഞെന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്രോൾ കൊണ്ടുപോയി പരാതി കൊടുത്തുകൂടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമാണ്. ഈ തലസ്ഥാന നഗരിയിലുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. അവർക്ക് അവരുടെ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ട ചുമതലയേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 100-200 കിലോമീറ്റർ അപ്പുറത്തുള്ള പെട്രോൾ വെച്ച് നടന്ന പ്രശ്നത്തിന് അമ്മനിലുള്ള പോലീസുകാർ കേസ് എടുക്കാത്തതിന് വലിയ അത്ഭുതമൊന്നുമില്ല. ഈ കേരളത്തിൽ നടന്ന ഒരു പ്രശ്നത്തിന് ഡൽഹി കൊണ്ടുപോയി കേസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? കേസ് എടുക്കണം നിയമം ഉണ്ടെങ്കിൽ പോലും പോലീസുകാർ കേസ് എടുക്കില്ല. വേണമെങ്കിൽ കേരളത്തിൽ കൊണ്ടുപോയി കേസ് കൊടുത്തോളെന്നായിരിക്കും അവർ പറയുക. ഇനിയിപ്പോ കേരളത്തിൽ നടന്നൊരു സംഭവമാണെങ്കിൽ പോലും കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്താൽ പോലും ഇത് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ നടന്ന കാര്യമല്ല, നിങ്ങൾ മറ്റേ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തോളൂ എന്നും പറഞ്ഞ് ആളുകളെ വട്ടം ചുറ്റിക്കുന്ന പരിപാടി സ്ഥിരം നടക്കാറുണ്ട്. സോ അമ്മനിലെ പോലീസുകാരുടെ നിലപാടിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. പക്ഷെ ഒരു വിദേശ വനിത ഇങ്ങനെ ഒരു പരാതിയുമായി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് പെട്രോയിലെ പോലീസ് സ്റ്റേഷനുമായി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സഹായങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നീട് ഇന്ത്യൻ എംബസി മുഖേന എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ജെന്നെ ശ്രമിച്ചിരുന്നു. എന്നാൽ കേസ് നടത്താനായി ജെന്നെ ജോർദാനിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്നതിനാൽ ആ ശ്രമവും ഉപേക്ഷിച്ചു. പിന്നെ കയ്യിലുള്ള പൈസയും കളഞ്ഞ് ഈ കേസും നടത്തി ജോർദാനിൽ തന്നെ നിൽക്കാൻ ജനക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇത്രയുമാണ് ഉണ്ടായത്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയ 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതിപ്പോ ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ അത്ര സേഫ് അല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് സ്ത്രീയുടെ പ്രശ്നമല്ല കേട്ടോ. അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പുരുഷന്മാർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും അതാവാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതുപോലുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും. സ്ത്രീകളെ മുതലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവേശം കൂടും. സോ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പോകും വഴി. അതിപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുവിധ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലേ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.